നമസ്കാരം. പതിരും കതിരും. കൊച്ചുമകന്റെ ക്ഷത്രിയ വീര്യമുണർത്തി അവനെ ഒരു യോദ്ധാവാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ വലിയ കോയി തമ്പുരാനെ ഓർമ്മയില്ലേ? കൊച്ചി രാജാവിലെ ജഗതിയുടെ വേഷം. കൊച്ചുമകന് കത്തി മുതൽ കഠാര വരെ ഒരു പെട്ടിയിലാക്കിയാണ് രാജാവിൻ്റെ വരവ്. അടിക്കടി വെട്ടിന് വെട്ട എന്ന നയമാണ് തമ്പുരാൻ കൊച്ചുമോനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഒരു കോയിത്തമ്പുരാനാകാനാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ്റെ ശ്രമം. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ക്ഷാത്രവീര്യമില്ലെന്നും അവർ കൂടുതൽ അഗ്രസീവ് ആകണമെന്നുമാണ് കുര്യൻ സാറിൻ്റെ ഉപദേശം. അതിനായി അവർക്ക് നല്ലൊരു മാതൃകയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ SFIക്കാരെ കണ്ടുപഠിക്കുവിൻ. ലോകത്തൊരു പിള്ളേരും ഇവിടുത്തെ SFIക്കാരെ അനുകരിക്കരുത് എന്നാണ് മനുഷ്യവർഗത്തിൻ്റെ പ്രാർത്ഥന. അപ്പോഴാണ് കുര്യൻ സാറിൻ്റെ ഒരു ഉപദേശം. ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ സ്വന്തം കാറ് ലോറിയിൽ കയറ്റി വെച്ച് അതിൽ കയറി വരുന്നത് പോലെ കുര്യൻ സാറ് കയറിയ വണ്ടി ഇപ്പോഴും കോൺഗ്രസ്സുകാർ കെട്ടിവലിച്ച് കൊണ്ടുപോവുകയാണ്. ഇത്തരം പ്രതാപികളായ പഴഞ്ചരക്കുകളെ കെട്ടിവലിച്ചും ആനയിച്ചും നടക്കുക എന്ന കർമ്മമാണ് ഇപ്പോഴും കോൺഗ്രസ് ചെയ്തു വരുന്നത്. ഒരു ബൂത്തിൽ 25 യൂത്ത് കോൺഗ്രസ്സുകാരെയെങ്കിലും സംഘടിപ്പിക്കാനായില്ലെങ്കിൽ കാര്യമില്ലെന്നും യൂത്ത് കോൺഗ്രസ്സുകാരെ ഇപ്പോൾ ചാനലിൽ മാത്രമേ കാണുന്നുള്ളൂ, റോഡിൽ അവരെ കാണുന്നില്ല എന്നൊക്കെയാണ് കുറ്റപ്പെടുത്തൽ. പിണറായി വിജയൻ്റെ പോലീസും DYFIയുടെ രക്ഷാപ്രവർത്തകരും ചേർന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയതും കരുതൽ തടങ്കലിൽ എടുത്തതുമൊന്നും സാർ ഇതുവരെ കണ്ടിട്ടേയില്ലേ? പുറമറ്റത്തെ സാറിൻ്റെ വാർഡിലോ പഞ്ചായത്തിലോ 10 യൂത്തന്മാരെ ഷർട്ടിടിച്ച് നിർത്തിക്കാൻ ഈ കുര്യൻ സാറിന് കഴകത്തുണ്ടായിട്ടുണ്ടോ? സാറേ സാറേ എന്ന് വിളിച്ച നാവ് കൊണ്ട് അത് മാറ്റി വിളിപ്പിക്കരുതെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരായ പിള്ളേർ പറയുന്നത്. യൂത്തന്മാരെ TV-യിൽ കാണുന്നതൊന്നും പുള്ളിക്കത്ര സുഖിക്കുന്നില്ല. അവരവിടെ കിടന്ന് തല്ലു വാങ്ങി ഒടുങ്ങുന്നതും പുള്ളി കാണുന്നില്ല. SFIക്കാരും DYFIക്കാരും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവരുടെ ജീവിതം ഭദ്രമാക്കാനും ജോലി കൊടുക്കാനും അവരുടെ ചികിത്സാ ചെലവ് വഹിക്കാനും കേസ് നടത്താനുമൊക്കെ പിണറായി വിജയനും ഗോവിന്ദനും ഉണ്ട്. നിങ്ങളുടെ പാർട്ടിയിലോ? എന്താ യൂത്ത് കോൺഗ്രസ്സുകാരാ അഗ്രസീവായ സമരങ്ങൾക്ക് ഇറങ്ങാത്തത് എന്ന ചോദ്യത്തിന് യൂത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അടുത്ത കാലത്തൊരു മറുപടി പറഞ്ഞിരുന്നു. ഇതുവരെ ഉണ്ടായ കേസുകൾ 100ഓളം വരും. കോടതി ചെലവിനും നിത്യവൃത്തിക്കും പോലും കാശില്ല. കേസിൻ്റെ ഗതി എന്താ എന്ന് ചോദിക്കാനോ കാശുണ്ടോ എന്ന് ചോദിച്ച് സഹായിക്കാനോ ഒരു മൂത്ത കോൺഗ്രസുമില്ല. എന്തെല്ലാം തരത്തിലുള്ള പെൻഷൻ ഈ കുര്യൻ സാറിന് കിട്ടുന്നുണ്ട്. മാസം ഒരു 5000 രൂപ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കേസ് നടത്താൻ ഇന്നേ നാഴിക വരെ ഈ സാറ് കൊടുത്തിട്ടുണ്ടോ? പിള്ളേരെ, നീയൊക്കെ പോയി അടിച്ചിട്ട് കേസ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രൊഫസർ ഉദ്യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്ന് നേരിട്ട് പാർട്ടിയിൽ കയറി പതിറ്റാണ്ടുകളോളം ആനപ്പുറത്തിരുന്ന് ഭരണസുഖം അനുഭവിച്ച പുള്ളിയാണ് ഈ PJ കുര്യൻ സാറ്. പോലീസിൻ്റെ ഒരു പിടിച്ചുതള്ള് കിട്ടിയിട്ടില്ല, ലാത്തിയടി വാങ്ങിയിട്ടില്ല, മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ, വിളിച്ചിട്ടുണ്ടോ? ജില്ലയിലെ കോൺഗ്രസ് കുറേ കടൽക്കിഴവന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് കാലം എത്രയോ ആയി. ഇന്നത്തെ DCC പ്രസിഡന്റ് നാളത്തെ CPM അന്തം കമ്മിയായി മാറുന്നതാണ് പതിവ് കാഴ്ച. വക്കീൽ കമ്പനിയായ ഹരികൃഷ്ണൻസിനെ പോലെ ശിവദാസൻ നായരും ഫിലിപ്പോസും അവരുടെ തലതൊട്ടപ്പനായി ഈ കുര്യൻ സാറുമായിരുന്നു ഒരു കാലത്ത് ജില്ലയിലെ കോൺഗ്രസ്. ജനങ്ങളുമായി ഒരു ബന്ധവും ഇവർക്കുണ്ടായിരുന്നില്ല. എല്ലാം ബുദ്ധിജീവികളാണ്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കാറിൽ കയറി ഒരു വരവുണ്ട്. എത്ര മത്സരിച്ചിട്ടും ജയിക്കാതെ വന്ന ഫിലിപ്പോസ് തോമസ് ഒടുവിൽ കമ്മിയായി മോക്ഷം നേടി. ശിവദാസൻ സാറ് ആറന്മുളയിൽ 2 തവണ തോറ്റു. നിയമസഭയിൽ നിന്നും ജമീല പ്രകാശത്തിൻ്റെ കടിയും മേടിച്ച് വീട്ടിലിരിപ്പാണ്. അണികളുടെ ആരവം കാരണം കുര്യൻ സാറിന് പുറത്തേക്ക് ഇറങ്ങാനേ കഴിയുന്നില്ല. പ്രതാപിയും അഗ്രസീവുമായ PJ കുര്യൻ പാർട്ടിക്ക് വേണ്ടി എന്തു ചെയ്തു? ജില്ലയിലെ കോൺഗ്രസിനെ മൂടോടെ പിഴുത് കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒത്താൽ മത്സരിക്കാൻ കച്ച കെട്ടിയിരിക്കുകയാണ്. ജില്ലയിലെ വയസ്സൻ ക്ലബ്ബെല്ലാം അതിനായി തുണിയെടുത്തു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ്സുകാർ കൂടുതൽ പണിയെടുത്ത് അഗ്രസീവ് ആകണം, എങ്കിലേ അവർക്ക് ജയിക്കാൻ കഴിയൂ. ഇതിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടം പറയുന്നു, ഇന്നലെ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ TV-യിൽ കാണിച്ചു. വീണ ജോർജിന് പത്തനംതിട്ടയിൽ വരണമെങ്കിൽ കരുതൽ തടങ്കൽ വേണമത്രേ. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റുന്ന രംഗമാണ് കണ്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കണമെങ്കിൽ അവർ തെരുവിൽ അഗ്രസീവ് ആണെന്നല്ലേ അർത്ഥം? എൻ്റെ പൊന്നു സാറേ, സാറിൻ്റെ ഭൂതകാല കുളിരുകളെപ്പറ്റിയൊക്കെ ഈ പിള്ളേരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. അവർ ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. പണ്ട് പത്രങ്ങളിലും വാർത്തകളിലുമൊക്കെ കുര്യൻ സാറ് നിറഞ്ഞു നിന്നത് അഗ്രസീവായ സമരത്തിൻ്റെ പേരിലായിരുന്നില്ല. കോൺഗ്രസിനെ അങ്ങ് വന പോലെ വളർത്തിയതിനുമല്ല.
അതുകൊണ്ട് കാർന്നോര് വെറുതെ കട്ടിലിരുന്ന് കളി കണ്ടാൽ മതിയെന്നാണ് പിള്ളേര് പറയുന്നത്. SFIയെ കണ്ടുപഠിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെയും കേരളത്തിൽ നമുക്ക് ആവശ്യമില്ല. കാരണം SFIയുടെ തന്തയല്ല കുര്യൻ സാറേ യൂത്ത് കോൺഗ്രസിൻ്റെ തന്ത.